മാർബാറ്റിൽ ഇത് നമ്മളിവിടെ ഇല്ല. ഞാൻ ബാബാബുഡാൻ ഹിൽസ് പറഞ്ഞിട്ട് കർണാടകത്തിൽ നിങ്ങൾ ഇട്ടിട്ടുണ്ട് സ്ഥലം. ബാബാബുഡാൻ. അതെ, ബാബാബുഡാൻ ഇത് സെറോപീജി എന്ന് പറഞ്ഞ കാറ്റഗറി. ഇതിന്റെ ഫ്ലവർ ഒരു ഉണ്ട്. ലാൻഡൻ പോയി അതൊരു നോർത്ത് ഇന്ത്യൻ വൈൽഡ് ഓർക്കിഡാണ്. ഇങ്ങോട്ട് കയറാൻ പറ്റും. അതിൽ ഇത് പിന്നെ ബൾബോഫില്ലം സ്റ്റെറൈൽ എന്ന് പറയുന്നൊരു ഓർക്കിഡാണ്. ഇത് ഇല്ല, നോൺ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ലൈക്കോഫൈറ്റ്സ് എന്ന് പറയുന്ന അതിൽ ലൈക്കോപീഡിയത്തിൽ ഇത് ഉപ്പർസിയ ഫ്ലക്മാരിയാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു എപ്പിഫൈറ്റിക് ആയിട്ട് ഇത് സിലോഗിനി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ റോക്കിലും വരുന്നുണ്ട്, മരത്തിലുണ്ട്. ഇത് മരത്തിനെന്തെങ്കിലും സംഭവിക്കും. ഏതോ ഹോസ്റ്റ് പ്ലാന്റ് ഏതാണെങ്കിൽ അതിനെ നശിപ്പിക്കും. ഇതിനുള്ള ഒത്തിരി ഉണ്ട്. ബൾബോഫില്ലം ഫിഷറിങ് പേരിട്ട് ഇതൊരു പുല്ല് പോലെയുള്ള ഓർക്കിഡ് നമ്മളെ സുഗന്ധഗിരി മാത്രമാണ് വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു വെള്ള വൈറ്റ് ഇത് അക്കിയോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടാൽ പെട്ടെന്നല്ല നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഇതിന്റെ അടി പച്ചയായിരിക്കും, ഇതിന്റെ അടിയിൽ ഉണ്ടോ ഒരു ബ്രൗൺ കളർ ഉണ്ടോ. ഫ്ലവർ ഇത് ഒരു ചെറിയ ഉണ്ട്. ഇതിന്റെ ഫ്ലവർ ഇതാണ്, ഇത് വൈറ്റ് ആയിട്ട്. ഇത് ഈ ലൈക്കോപോഡിയ അവിടെ കണ്ടതല്ലേ? അതെ, റോക്കിൽ കണ്ട. അതില് ഉപ്പർസിയ ഇത് നമ്മളെ ഈ സ്പോർ ക്രിസ്റ്റലൈസ് ചെയ്യും. ഇപ്പൊ അതിന് ആർട്ടിഫിഷ്യൽ ഡ്രില്ല് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഡ്രില്ല് ചെയ്തിട്ട് ആ ഇനോക്കുലം ഇഞ്ചക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ മെഡിസിനൽ പ്ലാന്റ് ആണ് നിങ്ങളെ ചട്ടി വരുന്നിടത്ത്. പക്ഷെ പിന്നെ പൈൽസിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വയനാടൻസിസ് അങ്ങനെ ഒരുപാടുണ്ട്. ഇടിയം ഇതുണ്ടോ ഇതിന്റെ ബൾബ് എന്ന് പറഞ്ഞില്ല, വലിച്ചെടുക്കുന്ന സാധനം അതിനകത്ത് അതിനകത്ത് ഇതുണ്ടോ ഇതിന്റെ ഫ്ലവർ ഇതാ ഇവിടെ ചെറുതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത്രയും നേരത്തെ അവിടെ കാണിച്ച പോലെയുള്ള ചെറിയ ഫ്ലവേഴ്സ്. അത് ചെറിയ ഫ്ലവർ അത് പോഡോസില്ലസ് മലബാറിക്കസ് നമുക്ക് ഞങ്ങൾ 18 കണ്ടുപിടിച്ചൊരു ഓർക്കിഡ. വർഷം വേറെ സ്ഥലത്ത് കണ്ടുപിടിക്കപ്പെട്ടുള്ളത് നമ്മൾ എളമ്പിലേരി നിൽക്കും. അത് റീഡിസ്കവറി എന്ന് പറയും. ഓൾറെഡി ഡിസ്കവേർഡ് ആണ്. പിന്നെ റീഡിസ്കവറി ഉണ്ട്. പിരിസ്റ്റൈലിസ് പാരിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓർക്കിഡാണ്. അങ്ങനെ അല്ല, കൊടുവേരി ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ചിലത് നമ്മളെ പ്രോപ്പർട്ടി എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു. അല്ലെങ്കിൽ ഇതിന് അത്ര മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ മെഡിസിനൽ പ്രോപ്പർട്ടീസ് റൂട്ട് ഓർക്കിഡാണ്. ഫ്ലവർ ഇതിന് ചിലത് ലീഫ്ലെസ് എന്ന് പറയും. പക്ഷെ ഇത് ലീഫ് തന്നെയാണ്, സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ലീഫാണ്. അങ്ങനെ കുരങ്ങൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ വരുന്നു. ഇത് അല്ലല്ല, അത് കുറുവരി, അത് വേറെ ഞാൻ കാണിച്ചു തരാം. ഇത് അതെ മരവാഴ ഇതുവരെയുള്ള ഞാൻ ചിലത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുണ്ടാവും. പ്രാണിവർഗ്ഗക്കാർ കമ്മ്യൂണിറ്റിക്ക് പകർന്നു കൊടുത്ത ആദ്യത്തെ ഒരു ഉദാഹരണം ഇന്ത്യയിലുണ്ടായത്. അപ്പൊ ഇത് എടുത്തിട്ട് കോയമ്പത്തൂർ ആരോഗ്യശാലയ്ക്ക് ഒരു ജീവനി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അവരുണ്ടായി. അതിന് പാറ്റന്റിന് 50% കാണി സമുദായത്തിനും 50% ഈ TVG ആയിരിക്കും. അതിന് റോയൽറ്റിയുടെ സർട്ടൺ പെർസെന്റ് 2% ആയിട്ട് ഈ കമ്മ്യൂണിറ്റിക്ക് ഉപയോഗിക്കും. ഇത് വിഷചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പറയപ്പെടുന്ന ലിറ്ററേച്ചേഴ്സ് നോക്കുമ്പോൾ ഇത് ഫ്ലവർ ചെയ്യുന്ന സമയത്താണ് അണലിന് ഈ നമ്മൾ കിക്കാവുന്നത്, വെള്ളം അടിച്ച പോലെ. ഇതിന് ഇൻടോക്സിക്കേഷൻ വന്ന് അതിങ്ങനെ മയങ്ങി കടന്നു പോകും. അപ്പോൾ ഭക്ഷണമില്ലാതെ ഇതങ്ങ് ചത്തുപോകും. അതാണ് ഈ സ്കെൽറ്റൻ ഇതിൻ്റെ അടിയിൽ കാണുന്നു പറയുന്നത്. പക്ഷെ ഈ ചികിത്സയ്ക്ക് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളോട് ഇപ്പോൾ സെൻറ്റ് മേരീസ് കോളേജ് റിയാസ് ഉണ്ട്. പുള്ളിയുടെ PhD തരുന്നത്. പുള്ളി തെരഞ്ഞ് നടന്ന് ഫ്ലവർ ചെയ്ത സമയത്ത് ഇപ്പം സെൻറ്റ് മേരീസിൽ ഗസ്റ്റായിട്ടാണ് കഴിഞ്ഞു തോന്നുന്നു. പുള്ളിയുടെ PhD ഇതിലാണ്. അപ്പൊ ആരോ കൽപ്പറ്റ അങ്ങനെ വന്നപ്പോൾ പറഞ്ഞിങ്ങനെ വടുവഞ്ചലാരനാണ്, ഞാനറിയില്ല. ആ സമയം അതിന്റെ ഇത് ലാർവ വന്ന് ഏകദേശമൊക്കെ തിന്നു കഴിഞ്ഞു കൊണ്ട് ഈയൊക്കെ ഉണ്ട്. ഈ 4ഉം പിന്നെ വയനാവും. ഇത്രയും സാധനമാണ് റെയിൽവേ സ്ലീപ്പറിന് വേണ്ടി നമ്മൾ ബേഗൂർ റേഞ്ചിൽ നിന്നൊക്കെ എത്രയോ 410 ഹെക്ടറോ സ്ഥലം വെട്ടി വെളുപ്പിച്ചത് പോയി. പിന്നെയാണ് തേക്ക് പ്ലാന്റേഷൻ ആയത്. ഇങ്ങനെ നമ്മൾ ബ്രിട്ടീഷുകാർ ഒരുപാട് നമ്മൾ റിസോഴ്സസ് കൊണ്ടുപോയിട്ടുണ്ട്. ആയില്ല. പിന്നെ ഇവിടെ ഒരു തെച്ചിയുടെ കളക്ഷൻ ഉണ്ടാക്കി വരികയാണ്. തെച്ചിയുടെ ഒരു 8 കാട്ടു തെച്ചിയുടെ അത് സബ്കനോപ്പി ട്രീസ്. മുകളിലുണ്ടാവുന്നതും പിന്നെ താഴെ ഉണ്ടാവുന്നതും മിഡിൽ ഓരോ കനോപ്പിയിലും ഉണ്ടാവും. ഇത് സബ്കനോപ്പി ആണ്.
അത് കുറിഞ്ഞി അതന്നെ ഞങ്ങൾ പറ്റി ഫ്ലവർ ബാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതെല്ലാം തെച്ചിയുടെ കളക്ഷൻസ് ആണ്. ലബണേസിയയിൽ തന്നെ അത് കോക്കൊന്നും കുടംപുളിയുടെ ഒരു വേറല്ല, കുടംപുളിയല്ല, ഇത് സ്മൂത്ത് ആയിരിക്കും. മറ്റ് റിഡ്ജ് ഉണ്ടാവും അല്ല, ചേരിന്റെ കുടുംബത്തിലുണ്ടാവും. ഗറിയിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചർ, അത് അത്രയും അപകടാവസ്ഥയുള്ളത്. കാരണം പോപ്പുലേഷൻ വളരെ കുറവുള്ളത്. അതേസമയത്ത് ഈ സാധനം ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിരുന്നു. പിന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മളെ പല സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് മാറ്റും. അത്യാവശ്യം ഇത് സ്റ്റാറ്റസ് മാറിയാണ്, പക്ഷെ RET പെടുന്ന നിരക്കാഞ്ഞിരെന്നും പറയും. നമ്മളെ സ്വാഭാവിക വനങ്ങൾ വളരെ കുറവാണ്. പിന്നെ ചില പുൽമേടുകളിലൊക്കെ ഉണ്ടാവും. ജനവാസമുള്ള സ്ഥലത്ത് എലി ഉണ്ടാവും, എലിയെ ഭക്ഷിക്കാൻ വരും. അങ്ങനെ ഇത് ഞാവൽ തന്നെ കരിഞ്ഞാവൽ പറഞ്ഞിട്ട് കറയാണ് ഉപയോഗിക്കുന്നത്. ഈ ബ്രോങ്കോ ഡയലേഷൻ കംപ്ലീറ്റ് ധാരണയായിരുന്നു. ഇത് ഉണങ്ങിപ്പോന്നാ മേല ചൂരില്ല. അതെന്തോ ചിലപ്പോൾ പുഴു എത്തിക്കണ്ടോ. അതിങ്ങനെ ഇപ്പോൾ സ്ട്രീം ലൈൻ പ്രൊട്ടക്ഷൻ ഏറ്റവും നല്ലതാണ്. പുഴയോ ഇങ്ങനെ മൃഗങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ളൊരു. പക്ഷെ ഇവിടെയൊക്കെ വന്നിട്ട് ഇവർ ചൂണ്ടലിടാൻ വേണ്ടിയിട്ട് നല്ല വെടിയാണ്. ഈ ഉരച്ചിലുള്ള സാധനം വേണം. ആൾക്കാർ വന്ന് വെട്ടി പോകും. പിന്നെ വള്ളി മന്ദാരം എന്ന് പറയും. ഈ വള്ളി മന്ദാരത്തിന്റെ വള്ളി ഇതല്ല. എത്ര ടൈപ്പ് ഉണ്ട്? വളരെ കുറവായിരിക്കും. ഇതുണ്ട്, പിന്നെ ബ്ലാക്ക് ഉണ്ട്. അപ്പുറത്ത് ബാമ്പു 21 പിന്നെ മൃഗചികിത്സക്കൊക്കെയാണ് അധികം ഉപയോഗിക്കുന്നത്. വരുന്നുണ്ട്. ബ്ലഡ് റെഡാണ് സാധനം. രക്തചന്ദനത്തെക്കാളും റെഡായിരിക്കും അതിൻ്റെ കളർ. യഥാർത്ഥത്തിൽ വീട്ടിയല്ല റോയൽ ട്രീ, ഇതാണ് റോയൽ ട്രീ. രാജാക്കന്മാർ മാത്രമേ ഉപയോഗിക്കുന്നു, മറ്റുള്ള ഉപയോഗിക്കാനൊന്നും അനുവദിച്ചിരുന്നില്ല. നമ്മളെ ബുദ്ധമയൂരി എന്ന് പറയുന്ന ബട്ടർഫ്ലൈ ഉണ്ട്, ലാർവൽ ഹോസ്പ്ലാ. ഇത് ഉപരോണിയിലുള്ള ചെറിയ മിനിയേച്ചർ ഓർക്കിഡാണ്. ഇതാകുമ്പോൾ അത്ര കയറാൻ വന്നതാക്കില്ല. ഇത് നമ്മളെ കുന്തിരിക്കെന്ന് പറയും. അതായത് പിന്നെ GSAയിൽ ഒരു സയന്റിസ്റ്റിന്റെ പേരിലാണ് കണ്ടെത്തിയതിന് ശേഷം പേരിട്ടത്. അത് ഇത് എനിക്ക് വേറെ പേരില്ല കേട്ടോ. മലയാളം ഒന്നാമത്തെ ഇത് നമ്മളെ ഇവിടെ തുഷാരേരി ഇല്ലേ, ആ ഏരിയയിലുണ്ട്. ഇതിന്റെ സയന്റിഫിക് ഇത് പിന്നെ ഓപ്പിയ. കുറെ നമ്മള് ഒരുപാട് സാധനങ്ങൾ ഇതുവരെ ഫ്രൂട്ട് ഒന്നും കണ്ടില്ല. വരുന്ന സ്ഥലത്ത് വേറെ എവിടെയും ഫ്രൂട്ട് ഒന്നും കണ്ടില്ല. ഇത് മാത്രമേ ഇത് തന്നെ വന്നാ നമ്മളുണ്ട്. ഇത് ഫ്രൂട്ടാ, കുട്ടലാമ്പഴം എന്ന് പറയും. ഇത് ആദ്യം ഇവരില്ലേ കഴിഞ്ഞിനൊക്കെ അവർ ഗളസ് എന്ന് പറയാ. ഇപ്പൊ നമ്മൾ കാട്ട് നാര നൂറാന്നൊക്കെ പറയില്ലേ, നാര കളസ്, നൂറ കളസ്. വെള്ള നടുന്നാർ, അടയ്ക്കാപ്പൻ, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. ഈ ദശപുഷ്പത്തിലുള്ള ഒരു ഇതാണ്. ഏതാ? അത് സ്വന്തം സലാജിന്റെ എന്ന് പറയുന്ന കോമ്പൗണ്ടുകൾ മുഴുവൻ ഇവിടുത്തെ ഇതല്ല. ആ ഒരു കയ്യാലെ ഞാൻ സ്വന്തം കിട്ടിയതാണ്. ഇതില്ലേ ബാൽസം അതിനകത്തെപ്പെട്ട തന്നെ എങ്ങനെ ഉണ്ടായി അടുത്തല്ലാതെ വന്നോളൂ. ഇത് നമ്മൾ നടുന്നുണ്ട് അങ്ങനെ പൊട്ടി. ഈ കാശിത്തുമ്പന്റെ ഒരു വേറെ ഉണ്ട്. ഇതിപ്പോ ഈ അടുത്ത് പൊക്കുന്നുണ്ടോ? ഇതൊരു സൊണാറില്ല. ഇത് ബാലുശ്ശേരി ഇല്ലേ, ബാലുശ്ശേരി ഒരു പൊക്കുന്നുണ്ട്. മരമാണ് ഇത്. ക്രിട്ടിക്കല് അല്ലല്ലോ, മരമാണ്. താഴോട്ട് വീണുപോയി എന്ന് പറഞ്ഞിട്ട് ഭൂമിയിലുണ്ടായെന്ന് ഹോമിയോ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം. അതേ അലവ് ഇതിന് വലിയ നാടെന്ന് പറയുന്ന സാധനം. ഇത് രാമഫോൺ ഓർക്കിടുന്നത്. ഇത് പെട്ടെന്ന് അറിയാതെ ഞാൻ കൈ പിടിക്കരുത് വരുമ്പോ. ഇത് എനിക്ക് 6000 വെറുതെ പേടിപ്പിക്കുക. വയനാട്ടിലുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ നമ്മള് വയനാട് കണ്ടിട്ടില്ല. ഇതാണ് കർപ്പൂരം എന്ന് പറയുന്നത്. ഉണ്ടോ? മാവട്ടാന്ന് പറയും. പണ്ട് കരപ്പൻ ചികിത്സ 3 ഇത് ചോലപ്പിന്ന പറഞ്ഞൊരു മരമാണ്.
ഇത് ആറ്റുചാമ്പ എന്ന് പറയുന്ന ഒരു മരമാണ്. ഇതും ക്രിട്ടിക്കലി എൻഡേഞ്ചർ ആയില്ല. ഇല്ല, നമ്മൾ കുറെ സയന്റിസ്റ്റുകളും കൊണ്ട് നാട്ടിൽ നോക്കും. ഇത് പെൻഡാൻഡ്ര എന്ന് പറയുന്നത് ഈ ഇതിൽ പെട്ടെന്ന ഒരു സാധനം പോലെ ഉണ്ട്. പക്ഷെ ഈ തോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലാത്ത ഏക മരം അറിയാൻ പറ്റും. പിന്നെ ഇന്ന ഫാമിലിയിലാണ് നമുക്ക് പറയാൻ പറ്റും. ബീസിന്റെ കുടുംബം, കാപ്പിന്റെ കുടുംബത്തിൽ തുളസി അങ്ങനെ അല്ല തെച്ചി ഒക്കെ വരുമല്ലോ. അതിന് നമ്മൾ പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ നടത്തി. ഇത് മൂത്താശ്ശേരി എന്ന് പറഞ്ഞൊരു മരം. അത് മൂത്താശ്ശേരി അതും എൻഡമിക്കാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. ഈ കപ്പൽ മരത്തിന്റെ മഷ്കായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. പക്ഷെ കൈ മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ അവര് പേരിടുന്ന അങ്ങനെയാണ്. ആ ഏരിയയിൽ മെയിനായിട്ട് കണ്ടിട്ടുണ്ട്. വാനില വൈറ്റി എന്ന് പറയും. ഇത് ഓർക്കിഡുമാണ്, ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഓർക്കിഡ് എന്ന് പറയും. ഇവിടെ എല്ലാം ഓർക്കിഡ്സ് ഉണ്ട്. ഇത് ക്രിപ്പിഡാറ്റം, ഇത് സ്റ്റെറൈലാണ്. ഇങ്ങനെ ഇതില്ല. ഡെയ്മിയ എന്ന് പറയുന്ന സാധനമാണ്. കെയ്റോസ്റ്റൈലി സ്പാർക്ക് ഫ്ലോറ എന്ന് പറഞ്ഞിട്ടൊരു ജ്വൽ ഓർക്കിഡാണ്. ജ്വൽ ഓർക്കിഡ് ഇതിവിടെ നല്ല ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഗരുഡ പച്ച എന്ന് പറയുന്നതിന്റെ വേറെ വെറൈറ്റിയാണ്. ഉണങ്ങിക്കേട്ട് പച്ചയാവൂലേ? ഇത് ഞാൻ നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ശരിയാവുന്ന ഇപ്പൊ ഇതായി വന്നു. ഇപ്പൊ ഇന്നെടുത്തൊരു ഫോട്ടോ കാണിച്ചു തരാം. ഉണങ്ങി കിടക്കുന്നത് ഇത് ഫ്ലിക്കിംഗ് വരെ നമ്മൾ നേരത്തെ കണ്ട സാധനം. പിന്നെ കാസർഗോഡുള്ളൊരു ഡോക്ടറെ എന്നെ വിളിച്ച് ചോദിച്ച് ഇപ്പൊ എന്താണ് ഹാഷിം എന്ന് പറഞ്ഞിട്ട് നമ്മള് കൈനാട്ടി ഡോക്ടർ ഇത് വിളിച്ചു വെച്ചു. അവർക്ക് എന്തോ ഇത് ബയോകെമിക്കൽ അനാലിസിസ് നടത്താനാ. ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവർ നമ്മൾ കെയർ ചെയ്യണം. ചിലപ്പോൾ താഴെ വീണവും. ആട്ടുകാൽ കിഴങ്ങ് ഓർക്കിഡല്ലത് ഓർക്കിഡ് ഫേണാണ്. ഫേണാണ് ഇത് കിഴങ്ങ്. അത് റൈസാണ്, നല്ല കിഴങ്ങ്. അത് തൊലി എത്തിക്കഴിഞ്ഞത് അതായത് ഈ റോം. ഇതിലൊരുപാട് സാധനങ്ങൾ വന്ന് കണ്ടോ. പോക്കറ്റ് ഫേൺ എന്ന് പറയും, കിരീടപ്പന്നൽ എന്ന് പറയും. ഇത് ഇതിലിങ്ങനെ ഓരോ സാധനം വന്ന് ചേരട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ള ഭക്ഷണം ഇവിടെ തന്നെ വലിച്ചെടുക്കാൻ പറ്റും. അതിനൊരു റോഡിന്റെ സൈഡിൽ ഉണ്ടാവും. അതിന് തന്നെ ഹഫ്സക്കിയെന്ന് പറയുന്നത്. അതിന്റെ വേറെ ടൈപ്പ് അല്ലേ ഇപ്പൊ നമ്മുടെ വീട് കാട്ടുകറിവേപ്പ്. കാപ്പി തോട്ടത്തിലൊക്കെ ഉള്ള ഒരു വാല് വന്തിക്ക് ഓർമ്മില്ലേ? അല്ല, അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർ അതിന്റെ മറുമരുന്ന് വരുത്തുന്നുണ്ടാവും. അതല്ല, അത് പിന്നെ ഓരോന്ന് ഇപ്പം ചേരുള്ളിയ മറ്റൊരു താനിയ ആന്റിഡോട്ടാണ്. ഇപ്പൊ മേന്തോന്ന് പറഞ്ഞ കഴിഞ്ഞു ഓണപ്പൂവിന് കാട്ടുചേന. ഇത് ഒരു ജൂലൈ ആഗസ്റ്റിൽ വരണം. ഇതിന്റെ ഫ്ലവർ പാലസ് അല്ല, നമ്മള് മറ്റേ ചേന അമോർഫോ പാലസ് എന്നുള്ള ജീനസിലാണ്. ഇതിന്റെ ഫ്ലവേഴ്സ് മുകളിലാണ് വരിക. നമ്മള് കാട്ടുചേന, നമ്മളെ ഒറിജിനൽ ചേനയുടെ അമോർഫോ പാലസ് കുടുംബത്തിൽ വരുന്ന കടിന്ന് വരിക. വാങ്ങുന്ന ഭൂമിയിൽ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഉണ്ടാവും. പിന്നെ കവുങ്ങുള്ള രോഗമാണ് വാഴയിലേക്ക് വന്നിരുന്നത്. കുത്തു കൊടുക്കാൻ അത് ഞാനൊട്ടി എന്ന് പറയും. ചെടി വന്നു കപ്പി ഇല്ലാത്ത സമയം പക്ഷെ ആ മരത്തിൽ വരുന്ന അതിന്റെ പൂവാണ്. അതൊരു വേറൊരു ഓർക്കിഡ് കണ്ടാ അതുപോലെ തന്നെ തോന്നും. കസ്തൂരി മഞ്ഞ. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് 1 കിലോ ഇല കൊടുക്കാൻ പറഞ്ഞു. പ്ലാവ് ഇത് ഈ മരം ഉണ്ടായതുകൊണ്ടല്ലേ ഇതിങ്ങനെ നീണ്ടു പോകുന്നു. അതാണ് ഈ മരമാണ്. ഇടിഞ്ഞില് പറഞ്ഞതാണ് ഇത്. ഇതാണ് ഇടിഞ്ഞില്. ഇത് കുറിഞ്ഞിയിലുള്ള മാതൃഭൂമിയിലൊക്കെ ഉണ്ടോ? ഈ മരത്തിലൊക്കെ പറയുന്ന ഒരു ഇതാണ്. ഒരു ഇതേപോലെ തന്നെ കാട്ടുജാതി. ഇത് ഏതാന്ന് എനിക്ക് തന്നെ എവിടെ നിന്ന് കളക്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അതും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ മിരിസ്റ്റിക്ക സാമ്പ് എന്ന് പറഞ്ഞ വേൾഡ് കപ്പിന് അത് ഫോം ചെയ്തതും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഏതാ ഇതില്ല സാമ്പിൾ ഉണ്ട്. നമ്മുടെ കൊളത്തുപുഴയുണ്ട്, സൗത്ത് കാനറ ഉണ്ട്. അപ്പൊ അതിന് ഇത് ഈ സ്റ്റിൽറ്റ് റൂട്ട് ഇവിടെയൊക്കെ ചെറിയ മുഴകൾ കാണാം. ഞാൻ ഇപ്പൊ ഇന്നലെ ഇവിടെ വന്നിട്ട് ചെറിയ ഫോർമേഷൻ കണ്ടോ? അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന് ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്ത്. കാരണം ഇവിടെ കുറച്ച് ചതുപ്പിലങ്ങ് നിൽക്കില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് വരും. അത് വരും. പിന്നെ അടിയിൽ നിന്ന് വേറെ ഈ ഇങ്ങനെ ശ്വസനത്തിന് വേണ്ടിയിട്ട് വേറെ റൂട്ടുണ്ട്. നീ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മുട്ടുകാല് പോലെ ഇങ്ങനെ യു ഷേപ്പിൽ വരുന്നത്. അത് പെട്ടതാണോ എന്നൊരു കോണിഫറസ് ടൈപ്പ് വേണം. അതെ, കംപ്ലീറ്റ് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്.
സ്വാഭാവികമായ കാട് ഒന്നും ആകെ അറിയുന്നത് ഇടുന്നുണ്ട് ഞാൻ അതിനെന്തെങ്കിലും ഞാൻ എനിക്ക് ഒന്നിലും കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി ടൈം ഇതിലല്ലേ ചെലവ് അല്ലേ? അത് തന്നെ വലിയ വൈകുന്നേരമൊക്കെ നമ്മള് ഓഫീസ് ഇതിൽ തന്നെ ഇപ്പം ടെൻഷനോ കാര്യമോ എനിക്ക് എന്തുണ്ടെങ്കിലും നമുക്കിത് ഒരു തേപ്പ് വെച്ചിട്ട് നമ്മൾ 5:30 ഓഫീസ് ടൈം കഴിഞ്ഞു. ശനി ഞായറും കിട്ടും, 2 ദിവസം കിട്ടുന്നതുകൊണ്ട് ഫുൾ ടൈം അതിന് ഉപയോഗിക്കും. വേറെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യില്ല ഇതിന് മെയിൻ്റെനൻസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഇതിന് നമ്മൾ ചാർട്ട് ചെയ്യും. ഞാൻ എന്താ ചോദിച്ചത്, ചിലപ്പോൾ ഞങ്ങൾ പോകും ഇങ്ങനെ കാട്ടിലേക്ക് പോകും. അപ്പോൾ അത് പ്ലാൻ ചെയ്യും. ഇന്നലെ ഞാൻ മാഷോട് പറഞ്ഞ് സലീമിനെ വിളിച്ച് നോക്കട്ടെ പോകാമെന്ന് വെച്ചാൽ പുള്ളി വേറെ വഴിക്ക് പോയതുകൊണ്ട് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അല്ലെ, നിങ്ങൾക്ക് ഇതിനേക്കാൾ ഒരു ഇതിനൊരു മോട്ടിവേഷൻ കിട്ടാൻ പറ്റിയ എന്തെങ്കിലും സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു തോന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിലെ നമുക്ക് ഇങ്ങനെ എന്തോ ഒരു നേച്ചർ തോന്നുന്നു. പക്ഷെ സലീം അട്രാക്റ്റഡ് ആയത് എന്നെ കൊണ്ടാണ്. 98 ഞാനിങ്ങനെ WSS ഒരു ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് 97 വന്ന് 98 നമ്മൾ WSS ഒരു ക്ലാസ് കൊടുത്തിരുന്നു. അപ്പം അന്ന് ഇത് പറഞ്ഞാൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഈ സയന്റിഫിക് നെയിം പറയേണ്ടി വന്നിരുന്നു. അത് വെച്ചാൽ പറയേണ്ടി വന്ന വെച്ചാൽ രാസയിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഞാനൊരു ഗാർഡൻ ഉണ്ടാക്കി. നമുക്കിത് നാഗദന്തി മറ്റേ ഇങ്ങനെയുള്ള ചുവന്ന കൊടുവിൽ ഇത് മതിയല്ലോ നാട്ടുകാരുടെ. രാസേൻ്റെ ബ്രാഞ്ചസ് മുഴുവൻ പുറത്തല്ലേ. ഇവർ വരുന്ന സമയത്ത് ഇത് പറഞ്ഞു കൊടുത്ത് ചെത്തിക്കൊടുവിൽ നിന്ന് ഇവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് ഞാനന്നൊരു നേശമണീൻ്റെ ഒരു പുസ്തകം വാങ്ങിയിരുന്നു, ഭാഷ ഇവിടെ ഇത് പ്രസിദ്ധീകരിക്കുന്നത്. നേശമണീൻ്റെ ഔഷധസ്യങ്ങൾ. അപ്പോൾ അതിൽ ഏകദേശം കുറേ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളതിങ്ങനെ പഠിച്ച്, അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സലീം ആക്ച്വലി അട്രാക്റ്റഡ് ആയി. പുള്ളിപ്പം പിന്നെ നമ്മളെ മാസ്റ്ററാണ്. നന്നായിട്ട് പുള്ളി നല്ല പാരാടോക്സിസ്റ്റ് മാസ്റ്റർ, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഡോക്ടർ. എൻ്റെ ഒരു സുഹൃത്തുണ്ട് മുനീർ, വൈഫ്. ഓന് അത്യാവശ്യം ഈ പക്ഷികളും ഈ മരങ്ങളെ കുറിച്ചൊക്കെ അതിൻ്റെ വെറൈറ്റി സ്പീഷീസിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പിന്നെ ഇതുണ്ടല്ലോ ആനിമൽ ഹസ്ബൻഡറിയിൽ യൂണിവേഴ്സിറ്റി അതിൻ്റെ ലാബ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ റയറായിട്ടുള്ള അങ്ങനെ വലിയ സാധനം ഇവരതിൻ്റെയൊക്കെ ഓരോ സാധനത്തിനെ കുറിച്ച് അവിടെ ചോദിക്കും. അവിടെ ഭയങ്കര താല്പര്യം. എല്ലാ സ്ഥലവും നമുക്ക് കറങ്ങി കാണിച്ചെന്നത് ഇവന്റെ ഈ ഒരു പിന്നെ ഔട്ട്സുക്കി ഉണ്ടല്ലോ, ഇത് ചോദിക്കാൻ. അതുകൊണ്ടാണ് രതീഷ് ഉണ്ട്, പുള്ളി നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു അപ്പൊ വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിലും ഇതിലൊന്ന് കയറി നടന്നാലും നമ്മൾ അത്യാവശ്യം താടിയിൽ കൊണ്ടുവന്ന് പറയുന്നുണ്ട്. ബാക്കി കൊണ്ടുവന്ന് ഇത് ലൈക്കോപ്പൊടി എന്ന് പറയുന്നത് പേണ്ടി നോക്കുന്നില്ല, അത് ഫ്ലവർ ചെയ്യില്ല, നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ലൈക്കോഫൈറ്റ് എന്ന് പറയുന്നത് അതിൽ ലൈക്കോപ്പൊടിയത്തിൽ ഇത് ഉപ്പർസിയ ഫ്ലക്മാരിയാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവിടെ ഇങ്ങോട്ട് ലൈനായിട്ട് വേണ്ടി കിട്ടും. ഇതിൻ്റെ ഫ്ലവർ കാണും. വളരെ റയറായിട്ടുള്ള സാധനം തിരിച്ച് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഇതാണ് കൊഞ്ചിഡിയം. ഇതിൻ്റെ ബൾബ് എന്ന് പറഞ്ഞാൽ കൊഞ്ചിഡിയം നാനം എന്ന് പറയും. അത്ര നാനമാണ് ഇതിൻ്റെ ഈ ബൾബ്. ഇതിനെ പിടിച്ച് ശരിക്കും ബൾബ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബാണാസുരൻ ഫില്ലിന്ന് തോന്നാം. ഏതാണ്ട് ഫ്ലോർ ചെയ്തു, പക്ഷെ നമ്മളെ ലിറ്ററേച്ചർ റിവ്യൂവിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ റെക്കോർഡഡ് ആണോ എന്നുള്ളതിന് ഒന്നുകൂടി. ഇത് സൈലന്റ് വയലൻസ് ഹിസ്റ്ററി, ഇത് ചെറിയ റോഡ് ഇതുണ്ടോ. ഇത് ഇതിന്റെ ഫ്ലവർ കാണാൻ പറ്റില്ല. പക്ഷെ എന്താ ചിലത് പ്രോപ്പർട്ടി എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത്. അല്ല, ഇതിന് അത്ര മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളത് ചുവന്ന വിടുവിരിക്കാം. ആയുർവേദത്തിൽ അഗ്നി എന്ന് പറയും, പക്ഷെ അത് പൊള്ളും. അതുകൊണ്ടാണ് കപ്പേന്റെ ഒക്കെ ഇടയിൽ ഇത് നട്ട് കഴിഞ്ഞാൽ എലി വരില്ല എന്ന് പറയും. ഇതിന്റെ ഇത് ആദ്യം കടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആരോഗ്യപേക്ഷയ്ക്ക് ക്ഷീണമായിട്ട് നിർത്തുന്നുണ്ട്. പണ്ട് തപസ്സിലൊക്കെ മുനിമാർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അവസാനം ഇന്ത്യയിൽ തന്നെ ആദ്യം പാറ്റന്റിങ് വന്നതിന് ശേഷം പിന്നെ ഭയങ്കര വെയിറ്റാണ്. വെള്ളത്തിലൊക്കെ ഇതാണ് കണ്ടോ, ഇതാണാണ്, ഇത് പെണ്ണാണ്. അല്ല സോറി, ഇത് പെണ്ണാണ്, ഇതാണ് ആണ്. ഇത്ര ചെറുതാണ് ഇത്. പക്ഷേ മേറ്റിങ് കഴിഞ്ഞാൽ കുടുങ്ങിയെന്നാ പറയുക. കണ്ട് കണ്ടോ സ്ക്വയറിഷ് ആയിട്ട്.
ഇത് വരുന്നത് ബാർബാറ്റം എന്ന് പറയും, സ്റ്റോവിലാണ് ബാർബാറ്റം എന്ന് പറഞ്ഞിട്ടുള്ള orchid. ഇതെല്ലാം തെച്ചിയുടെ കളക്ഷൻസ് ആണ്. എൻഡമിക് ആയിട്ടുള്ള പിന്നെ ഇവിടെ ഒരു തെച്ചിയുടെ കളക്ഷൻ ഉണ്ടാക്കി വരികയാണ്. പിന്നെ കടലുമില്ല കണ്ടതാണ് കാവ് ഞാൻ പറഞ്ഞില്ലേ. നാര കളസ്, നൂറ കളസ്, ഷൊഡ്ഡി, കവലക്കിഴങ്ങ്, അങ്ങനെ ഒരുപാട് ഇതുണ്ട് അവർക്ക്. ആരോ കൊണ്ടുവന്ന് താഴോട്ട് വീണുപോയി എന്ന് പറഞ്ഞു. ഈ ബൾബാണ് ഈ ഇടയ്ക്കാണ് അതിന്റെ ഇത്. ഫ്ലവർ ഉണ്ടാവും, ഫ്ലവർ അല്ല ഇവിടെ ഉണ്ട്. ഭയങ്കര വരാം. മഞ്ചിഷ്ട, സംസ്കൃത മഞ്ചിഷ്ട. ഇത് ലൈക്കോപ്പൊടി എന്ന് പറയുന്നത് ഫേണ്ടി കിട്ടില്ല, ഫ്ലവർ ചെയ്യില്ല, നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്. ലൈക്കോഫൈറ്റ് എന്ന് പറയുന്നത് അതിൽ ലൈക്കോപ്പൊടിയത്തിൽ ഇത് ഉപ്പർസിയ ഫ്ലക്മാരിയാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു രണ്ട് കറി താടിയിൽ കൊണ്ടുവന്ന് പറയുന്നുണ്ട്. ബാക്കി സ്റ്റിക്സിനകത്ത് കൊണ്ടുവന്ന് 7 മീൻസ് ക്ഷീണമായിട്ടുള്ള പണ്ട് തപസ്സിലൊക്കെ മുനിമാർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അവസാനം ഇന്ത്യയിൽ തന്നെ ആദ്യം പാറ്റന്റിങ് വന്നതിന് ശേഷം പിന്നെ പണ്ട് കണ്ടോ സ്ക്വയറിഷ് ആയിട്ട് ഇത് വരുന്നത് ബാർബാറ്റം എന്ന് പറയും, സ്റ്റോവിലാണ് ബാർബാറ്റം എന്ന് പറഞ്ഞിട്ടുള്ള orchid. ഇതെല്ലാം തെച്ചിയുടെ കളക്ഷൻസ് ആണ്. എൻഡമിക് ആയിട്ടുള്ള പിന്നെ ഇവിടെ ഒരു തെച്ചിയുടെ കളക്ഷൻ ഉണ്ടാക്കി വരികയാണ്.